കടൽമണൽ ഖനനത്തിനെതിരെ പ്രതിഷേധമിരമ്പി വെൽഫെയർ പാർട്ടി പ്രക്ഷോഭ സംഗമം. കടൽമണൽ ഖനനത്തിനെതിരെ പ്രതിഷേധമിരമ്പി വെൽഫെയർ പാർട്ടി പ്രക്ഷോഭ സംഘം. കടൽമണൽ ഖനനം നടത്തി കടലിനെയും കടലിന്റെ മക്കളെയും കൊല്ലാനുള്ള ഭരണകൂട കോർപ്പറേറ്റ് പദ്ധതികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമിരമ്പി വെൽഫെയർ പാർട്ടി പ്രക്ഷോഭ സംഗമം. സർക്കാർ നയത്തിനെതിരെ രാജ്യത്തുയർന്നു വന്നുകൊണ്ടിരിക്കുന്ന തീരദേശ ജനതയുടെ പ്രതിഷേധങ്ങൾക്ക് ശക്തി പകർന്നും തീരദേശം കുത്തകകൾക്ക് വിറ്റുതുലയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ചും കേന്ദ്ര നിലപാടിനെതിരെ സംസ്ഥാന സർക്കാർ നിലപാട് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വെൽഫെയർ പാർട്ടി ചാവക്കാട് നടത്തിയ പ്രക്ഷോഭ സംഗമമാണ് ശക്തമായ പ്രതിഷേധ വേദിയായത്. കേരളം, ഗുജറാത്ത്, ആൻഡമാൻ നിക്കോബാർ മേഖലകളിലെ കടലിൽ നിന്ന് മണലും ധാതുക്കളും ഖനനം ചെയ്യാനുള്ള കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ പദ്ധതി കടലിനെയും കടലിന്റെ മക്കളെയും ഞെക്കിക്കൊല്ലുന്നതാണ്. മത്സ്യമേഖലയ്ക്കും തീരദേശ പരിസ്ഥിതിക്കും ഗുരുതര ആഘാതമുണ്ടാക്കുന്ന തീരുമാനമാണിത്. ഖനനം നടന്നാൽ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുടെ അന്ത്യം കുറിക്കും. ചാവക്കാടും പൊന്നാനിയും വർക്കല മുതൽ അമ്പലപ്പുഴ വരെ നീണ്ടുനിൽക്കുന്ന കൊല്ലം പരപ്പുമാണ് ഖനനത്തിനായി പ്രധാനമായി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന് വൻതോതിൽ വിദേശ നാണ്യവും തൊഴിലവസരങ്ങളും നൽകുന്ന മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ച് 10 ലക്ഷത്തിലധികം കുടുംബങ്ങളാണ് ജീവിക്കുന്നത്. അവരുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. കടലും കടൽ തീരവും കോർപ്പറേറ്റുകൾക്ക് തീറെഴുതുന്ന ഭരണാധികാരികൾ മത്സ്യത്തൊഴിലാളികളെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. തീരദേശ മത്സ്യഗ്രാമങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുകയും ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയും ചെയ്യുന്ന ഈ നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും പ്രക്ഷോഭത്തിൽ ആവശ്യമുയർന്നു. ബ്ലാങ്ങാട് ബീച്ചിൽ 100ഓളം പ്രവർത്തകർ അണിനിരന്ന കടൽമണൽ ഖനന വിരുദ്ധ പ്രക്ഷോഭ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ബ്ലാങ്ങാട് ബീച്ചിൽ നിന്നും കാൽനടയായി നടത്തിയ കടൽ സംരക്ഷണ യാത്ര വസന്തം കോർണറിൽ സമാപിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റിനും അവരെ കണ്ടാൽ അരിശം പിടിക്കും. നല്ല വർത്താനൊക്കെ എടുത്ത് പറയും, നിർമാലാഖമാരാണ് എന്നൊക്കെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പറയും. പക്ഷേ നിയമനിർമ്മാണങ്ങളിലൂടെ, പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ, കേരളത്തിന്റെ തീരമേഖലയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ആട്ടിയോടിക്കുന്നവരാണ് കേരളത്തിലെയും. ജനങ്ങളുടെ പ്രതിഷേധത്തെ അവഗണിച്ച് ജനദ്രോഹ തീരുമാനമായി മുന്നോട്ടു പോകാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ കേരള തീരത്ത് അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്ന്, അതിനായി മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ അധ്യക്ഷത വഹിച്ചു. വിധത്തിൽ നമ്മുടെ കടലും അതിന്റെ കരയുമെല്ലാം ഇന്ന് ഖനനം ചെയ്യപ്പെട്ട് വിൽപ്പന ചരക്കാക്കി മാറ്റപ്പെടുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് കടലിന്റെ മാത്രം പ്രശ്നമല്ല, കടലിന്റെ മക്കളുടെ മാത്രം പ്രശ്നമല്ല, ഈ നാടിന്റെയും ഈ ജനതയുടെയും ഈ രാജ്യത്തിന്റെയും ഒക്കെ തന്നെ പ്രശ്നമായതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഈ പ്രക്ഷോഭത്തെ ഏറ്റെടുത്തുകൊണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ, സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി, സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം, തീരദേശ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പ്രമുഖ ആക്ടിവിസ്റ്റ് മാംഗ്ലിൻ ഫിലോമിന, FITU മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഉമൈറ KS, റക്കീബ് K തറയിൽ, FITU ജില്ലാ പ്രസിഡന്റ് ഹംസ ഏളനാട്, ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് സിറാജുദ്ദീൻ ബാവ, പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ പ്രസിഡന്റ് അക്ബർ PK, വിമൻ ജസ്റ്റിസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫസീല ഹനീഫ്, പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. കടൽ സംരക്ഷണ യാത്രയ്ക്ക് ജില്ലാ മണ്ഡലം നേതാക്കളായ TM കുഞ്ഞിപ്പ, സുലൈഖ അബ്ദുൾ അസീസ്, സുഹൈബ് അലി, നവാസ് KS, KK ഷാജഹാൻ, സരസ്വതി വലപ്പാട്, റഹീം OK, CR ഹനീഫ, ഹുസൈൻ, താഹിർ, മുംതാസ്, ജാഫിർ, മുസ്തഫ പഞ്ചവടി, കമാൽ റസാഖ് ആലുംപടി എന്നിവർ നേതൃത്വം നൽകി.